തമിഴ്നാട് പോലീസ് നൽകിയ മുന്നറിയിപ്പിൽ കൊച്ചിയിൽ പിടിയിലായത് വൻ ATM കൊള്ള സംഘം. ATM കൊള്ളയ്ക്കായി കാർ മോഷ്ടിച്ച് മുങ്ങിയ ഹരിയാന, ആന്ധ്രാപ്രദേശ് സ്വദേശികളാണ് പനങ്ങാട് പോലീസിന്റെ പിടിയിലായത്. ചോദ്യം ചെയ്യലിനിടെ പ്രതികളിൽ ഒരാൾ സ്റ്റേഷന്റെ ചില്ല് തകർത്ത് രക്ഷപ്പെടാൻ ശ്രമിച്ചു. കൃഷ്ണഗിരി ജില്ലയിലെ ഗുരുമ്പരപ്പള്ളിയിൽ നിന്നും ഇന്നലെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന മാരുതി എക്കോ കാർ മോഷണം പോയി. പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചപ്പോൾ മോഷണം നടത്തിയത് രാജസ്ഥാൻ രജിസ്ട്രേഷനിലുള്ള ഒരു കണ്ടെയ്നർ ലോറിയിൽപ്പെട്ട സംഘമാണെന്ന് ഉറപ്പായി. ഇതോടെ കണ്ടെയ്നർ ലോറിയുടെ യാത്ര എങ്ങോട്ടാണെന്ന് മനസ്സിലാക്കി. തുടർന്ന് വിവരം വിവിധയിടങ്ങളിലേക്ക് അറിയിച്ചു. മോഷ്ടിച്ച കാർ ഉപയോഗിച്ച് സംഘം ATM കൊള്ളയടിക്കാൻ സാധ്യതയുണ്ടെന്നായിരുന്നു തമിഴ്നാട് പോലീസ് കൈമാറിയ വിവരം. ഇന്ന് പുലർച്ചെ 4 മണിയോടുകൂടി 3 പേർ പനങ്ങാട് പോലീസിന്റെ പിടിയിലായി. ഹരിയാന സ്വദേശികളായ നജീർ അഹമ്മദ്, സഹീദ്, രാജസ്ഥാൻ സ്വദേശിയായ സൈക്കിളുമാണ് പിടിയിലായത്. AC-യും അനുബന്ധ ഉപകരണങ്ങളും ഒരു ഗ്യാസ് കട്ടറും കണ്ടെയ്നറിൽ നിന്ന് കണ്ടെത്തി. ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് ഒരു ലോറി ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. അത് കണ്ടെയ്നർ ലോറിയാണ്. ആ ലോറിയിലുള്ള ആൾക്കാർ ഒരു കാർ മോഷ്ടിച്ച ആൾക്കാരെന്നാണുള്ള ഒരു ഇൻഫർമേഷനാണ്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് ഇവിടെ ചെക്കിംഗ് നടത്തിയപ്പോഴത്തേക്ക് വാഹനം കാണുകയും അത് കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിനിടയിൽ കള്ളന്മാരിൽ ഒരാൾ പോലീസ് സ്റ്റേഷന്റെ ശുചിമുറിയുടെ ജനൽ പൊളിച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ഇയാളെ പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള പ്രദേശത്ത് നിന്ന് പിടികൂടി. മോഷ്ടിച്ച കാർ തമിഴ്നാട് പോലീസ് പിന്നീട് 20 കിലോമീറ്റർ മാറി കണ്ടെത്തി. കാർ മോഷ്ടിച്ചത് തങ്ങളാണെന്ന പ്രതികൾ മൊഴി നൽകിയിട്ടുണ്ട്. ATM കൊള്ളയടിച്ച് പണം തട്ടുക തന്നെയായിരുന്നു പ്രതികളുടെ ലക്ഷ്യം. ഇനി ഇവരെ കൂടുതൽ ചോദ്യം ചെയ്താൽ മാത്രമേ കേരളത്തിൽ നടത്തിയിട്ടുള്ള കൊള്ളകളെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവരികയുള്ളൂ. ഷഹിൻ ആന്റണി, ന്യൂസ് മലയാളം, കൊച്ചി.